ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട CUET വിദ്യാർത്ഥികളെ, ഇനി കുറഞ്ഞ ദിവസം മാത്രമേ നമുക്ക് എക്സാമിനുള്ളൂ. സാധാരണ നമ്മൾ ഡൊമൈൻസ്, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ജനറൽ ടെസ്റ്റ്, പിന്നെ നിങ്ങൾ ലാംഗ്വേജുകളൊക്കെ നോക്കിയിട്ടുണ്ടാവും. നമ്മൾ അവസാനത്തെ സമയം, ഈ അവസാന നിമിഷം മാക്സിമം PYQs അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി ഓരോ ഏരിയയിൽ നിന്ന്, നമുക്ക് ജനറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ പൊളിറ്റിയിൽ നിന്ന് വരുന്നു, ജിയോഗ്രഫിയിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സയൻസിൽ നിന്ന് വരുന്നുണ്ട്, കൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റീസണിങ്, ഇങ്ങനെയുള്ള കുറേ ഏരിയകളിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഏരിയകളൊക്കെ, അപ്പോൾ നിങ്ങൾ വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, അത് മൊത്തം നമുക്ക് പഠിക്കുക എന്നുള്ളത് വളരെ എന്താ പറയുക, ഇമ്പോസിബിൾ ആണ്. അതേ സമയത്ത് നമ്മൾ നമ്മുടെ പൊളിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ A to Z, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ, അതല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി മുതൽ മുഴുവൻ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കൂടാതെ മറ്റുള്ള ഇതുമായി റിലേറ്റഡ് ആയ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വരുന്നുണ്ട്. സോ നമുക്ക് ചെയ്യാവുന്ന സ്മാർട്ട് സ്റ്റഡി ഇതിലൂടെയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, മുൻ വർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് സാധ്യമായ ഏരിയകൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ പൊളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. സോ ഇതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൃത്യമായി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, റിലേറ്റഡ് കണ്ടന്റുകൾ പറയുമ്പോൾ നോട്ട് ചെയ്തെടുക്കുക. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ പറയൂ, ഹു എമോങ് ദ ഫോളോവിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. സോ അതിൽ പെടാത്തത് നോട്ട് എ മെമ്പർ, ശ്രദ്ധിക്കണം, നോട്ട് എ മെമ്പർ. സോ ആരാണ്? BR അംബേദ്കർ, KM മുൻഷി, കൃഷ്ണസ്വാമി അയ്യർ, MK ഗാന്ധി. ആരാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? സോ നമുക്കറിയാം അത് MK ഗാന്ധിയാണ്. മറ്റുള്ളവരൊക്കെ എന്തായിരുന്നു? മെമ്പേഴ്സ് ആയിരുന്നു. ജസ്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് 1947 ഓഗസ്റ്റ് 29 അത് സെറ്റ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കമ്മിറ്റി രൂപീകരിച്ചത്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, അല്ലെ, ഭരണഘടനാ നിർമ്മാണം, ഒരു അസംബ്ലി വേണമെന്ന് തീരുമാനിച്ച് ഒരു അസംബ്ലി രൂപീകരിക്കുന്നു. സോ അത് എന്നാണ്? മറന്നു പോകരുത്, അത് ഡിസംബർ 6 അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നത് ഡിസംബർ 9. സോ ഓക്കെ, ഡിസംബർ 9. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെയുള്ള അല്ലേ ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നോക്കൂ, അതിൻ്റെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. അതിൽ ആകെ 7 മെമ്പേഴ്സാണ് കേട്ടോ, മറന്നു പോയത് 7 മെമ്പേഴ്സ്. അതുപോലെ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാതെ കൃഷ്ണസ്വാമി അയ്യർ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് KM മുൻഷി, ഇവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് സാദുള്ള, പിന്നെ 2 പേര് വരുന്നത് N മാധവറാവു. അത് ആദ്യം BL മിറ്റർ ആയിരുന്നു, പക്ഷേ അദ്ദേഹം അല്ലേ എന്താ പറയുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. സോ അതിന് പകരം N മാധവറാവു വന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇത് എളുപ്പമാണ്. മിറ്റർ MLA, മാധവറാവും MLA. സോ ക്ലിയർ അല്ലേ? മാധവം. അതുപോലെ തന്നെ DP കൈത്താനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് പകരം TT കൃഷ്ണമാചാരി. ആരാണ്? TT കൃഷ്ണമാചാരി. ഇവിടെ മാറിപ്പോരുത്, VT കൃഷ്ണമാചാരി എന്ന് തരൂ. അദ്ദേഹം എന്തല്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പർ അല്ല. ഓക്കെ, VT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പർ അല്ല. സോ TT എന്ന് പഠിക്കണം, TT. ക്ലിയർ അല്ലേ? സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് പല കമ്മിറ്റി ഉണ്ട്. സോ ഉദാഹരണത്തിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അതിൻ്റെ തലവൻ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാടാ? രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇങ്ങനെ അതുപോലെ ഫ്ലാഗ് കമ്മിറ്റി ഉണ്ട്, ഫ്ലാഗ് കമ്മിറ്റി. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കമ്മിറ്റികളുണ്ട്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ കമ്മിറ്റീസിനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി കുറച്ച് കമ്മിറ്റീസ് കൂടി ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫസൽ അലി കമ്മീഷൻ ഈസ് റിലേറ്റഡ് ടു, അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ വന്നു. ആ കമ്മീഷൻ്റെ പേരാണ് ഫസൽ അലി കമ്മീഷൻ. എന്തുമായി റിലേറ്റഡ് ആണ്? ഫോറിൻ പോളിസി, റിസർവേഷൻ, എക്കണോമിക് ഡെവലപ്മെന്റ്, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ. ഏതാണ്
ഏതാണ് കറക്റ്റ്? ഉറപ്പായിട്ട് ഏതാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഏതാണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഏതാണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ സ്വതന്ത്രമായി നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു 1950 ജനുവരി 26 നമുക്കത് റിപ്പബ്ലിക് ഡേ ആയി നമ്മൾ ആചരിച്ചു. പക്ഷേ ഇവിടെ അതിനുശേഷം നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ്സ് നമ്മുടെ സ്റ്റേറ്റ്സിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റുകളാക്കി തിരിക്കേണ്ടതിൽ ഭയങ്കര തർക്കങ്ങൾ നടന്നു. അങ്ങനെ അതിൻ്റെ മുമ്പേ വന്നൊരു കമ്മിറ്റിയാണ് 48 തന്നെ ദർ കമ്മീഷൻ. ഓക്കെ, നേരത്തെ തന്നെ സ്റ്റേറ്റ്സ് രൂപീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് ലിംഗ്വിസ്റ്റിക് ബേസിലാണ്. ലിംഗ്വിസ്റ്റിക് ബേസ് എന്ന് പറഞ്ഞാൽ ഓരോപ്പം മലയാളം സംസാരിക്കുന്നവരും അവിടെ ഒരു സ്റ്റേറ്റ് ഇല്ലേ, നമ്മൾ കേരളം മലയാളികളല്ലേ, തമിഴ് സംസാരിക്കുന്നവർക്ക് കന്നഡ സംസാരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഓരോ സ്റ്റേറ്റുകളാക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് എന്നാൽ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചു. അതിൻ്റെ പേരാണ് JVP കമ്മിറ്റി. ആ കമ്മിറ്റി ഇത് ലിംഗ്വിസ്റ്റിക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാമതൊരു കമ്മീഷൻ വന്നു, ഫസൽ അലി കമ്മീഷൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദർ കമ്മീഷൻ വന്നത് ജൂൺ 1948 എന്താണ്? ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് SK ദർ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കമ്മീഷൻ വന്നത് SK ദർ എന്നുള്ള വ്യക്തിയുടെ കീഴിലായിരുന്നു. 48 രണ്ടാമത് JVP കമ്മിറ്റി. അതിൽ ഇൻക്ലൂഡഡ് ആയ ആളുകൾ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, പക്ഷേ ഈ കമ്മിറ്റി ലിംഗ്വിസ്റ്റിക് ബേസിൻ്റെ കീഴിൽ എന്ത് ചെയ്യേണ്ട, ആ ഒരു സ്റ്റേറ്റുകളെ വേർതിരിക്കേണ്ട. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നിട്ടും 1953 ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് രൂപീകൃതമായി. അതിൻ്റെ പേരാണ് ആന്ധ്ര സ്റ്റേറ്റ്. ആന്ധ്രാപ്രദേശ് അല്ല, അന്ന് അതിൻ്റെ പേര് ആന്ധ്ര സ്റ്റേറ്റ് എന്നായി. മാറിപ്പോകരുത് കേട്ടോ, ആന്ധ്ര സ്റ്റേറ്റ്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? അങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ മൂന്നാമതൊരു കമ്മിറ്റി ഫസൽ അലി കമ്മീഷൻ 1953 അതിൽ 3 മെമ്പേഴ്സാണ്. ആ മെമ്പേഴ്സിനെ പഠിച്ചു വെക്കുക. ഒന്ന് ഫസൽ അലിയാണ്, മറ്റുള്ളവർ KM പണിക്കർ ആൻഡ് HN കുൻസ്രു. ഓക്കെ, നമ്മുടെ മലയാളിയാണ് കേട്ടോ KM പണിക്കർ. അപ്പോൾ അവരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഈ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറന്നു പോവില്ലല്ലോ. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യ ഹാസ് ബോറോവഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത, ഈവൻ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വരെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അയർലാൻഡ്, അതുപോലെ തന്നെ ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായി അവിടുത്തെ കാര്യങ്ങളൊക്കെ. സോ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തത് എവിടെ നിന്നാണ്? UK, USA, റഷ്യ, അയർലാൻഡ്. എവിടെ നിന്നാണ്? അത് USA അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന് ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. UK നിന്ന് കടമെടുത്താണ് എന്ത്? നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം. നമുക്കറിയാം പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെൻ്ററി സിസ്റ്റം. പക്ഷെ നമ്മൾ സ്വീകരിച്ചിട്ടത് പാർലമെൻ്ററി ആണ്. പ്രസിഡന്റ് ഒരു നോമിനൽ ഹെഡാണ്. അതേസമയത്ത് റിയൽ ഹെഡ് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്ററിനും മിനിസ്റ്റേഴ്സിൻ്റെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ക്ലിയർ അല്ലേ? പാർലമെൻ്ററി സിസ്റ്റം. നമുക്ക് രാജ്യസഭ, ലോക്സഭ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ റോള് നമ്മുടെ പാർലമെൻറ്റിലുള്ള ഭരണകക്ഷിക്കായിരിക്കും. പ്രസിഡന്റ് വെറും നോമിനൽ ഹെഡ് മാത്രമാണ്. സോ ഇങ്ങനെയുള്ള പാർലമെൻ്ററി സിസ്റ്റം ഒക്കെ നമ്മൾ കടമെടുത്തവനാണ്. അതുപോലെ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. USA നിന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തതുപോലെ തന്നെ നമ്മൾ മറ്റു പല കാര്യങ്ങളും USA നിന്ന്. റൂൾ ഓഫ് ലോ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. റൂൾ ഓഫ് ലോ നമ്മൾ ഇവിടുന്ന് UK നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. റൂൾ ഓഫ് ലോ UK നിന്നാണ്. പിന്നെ USA നിന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ പ്രധാനമായിട്ട്. അതുപോലെ ഈ റഷ്യ എന്ന് പറഞ്ഞാൽ USSR. റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് എന്ത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ക്ലിയർ ആണ്? ഓക്കെ, USSR നമ്മൾ അയർലാൻഡ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. ഇതിൽ DPSP പോലെ തന്നെയാണ് നോമിനേഷൻ ടു രാജ്യസഭ. മെമ്പേഴ്സിനെ നമ്മൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക. നമുക്കറിയാം ലോക്സഭയിലേക്ക് ഡയറക്റ്റ് എലക്ഷൻ നടക്കുന്നില്ല. നമ്മൾ എലക്ഷൻ നടക്കുന്നു, MP മാർ സെലക്ട് ചെയ്യുന്നു. എന്നാൽ രാജ്യസഭയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സെലക്ട് ചെയ്ത MLA-മാരാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ അവിടെ 12ഓളം മെമ്പേഴ്സിനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാം? നമ്മുടെ
ആര് നമ്മുടെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അയർലാൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ എന്താ പറയുക അമെൻമെൻറ്റ്. നമ്മളെ USA നിന്ന് എടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപീച്ച്മെൻറ്റ്. ഞാൻ വിട്ടുപോയി. ഇംപീച്ച്മെൻറ്റ് USA നിന്ന് എടുത്താണ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ജഡ്ജസിൻ്റെ നിയമനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ജുഡീഷ്യറി എന്ത് ചെയ്ത് എക്സിക്യൂട്ടീവിൻ്റെ കൺട്രോളിൽ വരരുത് എന്നുള്ള ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻസ് ഒക്കെ നമ്മൾ USA-യിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ്, which of the following articles of the Indian Constitution deals with the citizenship of India? സിറ്റിസൺഷിപ്പ് എന്ന പൗരത്വം എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 333 മുതൽ 337 വരെ, ആർട്ടിക്കിൾ 17 മുതൽ 20 വരെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പ്. ഇവിടെ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, സിറ്റിസൺഷിപ്പ് നമ്മൾ നേടിയെടുക്കുന്നതുണ്ട്. ഓക്കെ, നേടാനുള്ള കാരണങ്ങൾ, അത് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഏതായാലും ആർട്ടിക്കിൾ നമ്മളിവിടെ പഠിക്കേണ്ടത്, നിങ്ങൾ എക്സാമിന് വരുന്നത് ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയോളൂ ആർട്ടിക്കിളെ കുറിച്ച്. അതുപോലെ തന്നെ അമെൻമെൻറ്റ് നമുക്ക് അടുത്തതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അമെൻമെൻറ്റ്, ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ജനറൽസ് എന്ന് ചോദിച്ചിരിക്കും, നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആർട്ടിക്കിളിൽ നമ്മൾ 1 മുതൽ 4 വരെ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ അവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭാരത് നമ്മുടെ രാജ്യം അല്ലേ, ഇന്ത്യ ആസ് ഭാരത്, ഇന്ത്യയുടെ പേര് ഭാരത് അല്ല, ഇന്ത്യ എന്നുള്ള ഈ രാജ്യം എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്സ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 17 ഈ ഭാഗത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ, 14 മുതൽ അതിലാണ് 17, 18, 19 ഒക്കെ വരുന്നത്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് 51A അല്ലേ, 51A എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളില്ലേ, ഇവിടെയാണ് നമ്മൾ എന്ത് 51 വരെ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. പിന്നെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടി 51A, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ക്ലിയർ അല്ലേ? ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ ഇതിലൊരു ചോദ്യം വന്നത് 21A നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആഡ് ചെയ്തൊന്നായിരുന്നു അമെൻമെന്റ് പ്രകാരം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് 21A-യിലൂടെയാണ്. അപ്പോൾ ഇത്തരം ആർട്ടിക്കിളിൽ ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷെഡ്യൂൾസ് ഡീൽ വിത്ത് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്? നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പോലെ മറ്റൊന്നാണ് ഷെഡ്യൂൾസ്. അതുപോലെ തന്നെ ഷെഡ്യൂൾസ് അല്ലേ, അതുപോലെ പാർട്ടുകൾ. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്രാമത്തെ ഷെഡ്യൂൾ? 12 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ 22 പാർട്ടിൽ 25 പാർട്ടുകളാക്കി മാറ്റി. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഷെഡ്യൂളിലാണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിവിഷൻ ഓഫ് പവർ? അതായത് ഏതൊക്കെയാണ് യൂണിയൻ്റെ അധികാരങ്ങൾ, ഏതൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ അധികാരം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, 2 പേർക്കും അധികാരമുള്ള കൺകറൻറ്റ് ലിസ്റ്റ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഏത് ഷെഡ്യൂളാണ്? ഉത്തരം ഓപ്ഷൻ സി, 7th ഷെഡ്യൂൾ. ഏത് ഷെഡ്യൂളാണ്? 7th ഷെഡ്യൂളാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെഡ്യൂളുകളെ കുറിച്ച് നോക്കിയിരിക്കുക. നെക്സ്റ്റ്, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ്? നമ്മൾ പറഞ്ഞു ഇംപീച്ച്മെന്റ് എന്നുള്ളൊരു, അതായത് നമ്മുടെ പ്രസിഡന്റിനെ പുറത്താക്കാൻ രീതിയാണ്. പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് അറിയാം, അതുപോലെ തന്നെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ഇംപീച്ച് ചെയ്യുക. സോ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള ആർട്ടിക്കിൾ ഏതിലാണ് പറയുന്നത്? 79, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 57, ആർട്ടിക്കിൾ 61. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ആർട്ടിക്കിൾ 61. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ അമെൻമെന്റ് പ്രൊസീജിയർ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് വരുത്താം എന്ന് പറയുന്ന രീതിയിലുള്ള, അമെൻമെന്റ് വരുത്താം എന്ന്
പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 268, 352, 386, 368. ഏതാണ്? ആർട്ടിക്കിൾ 368. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അമെൻമെന്റുകൾ വന്ന അമെൻമെന്റ് 1 മുതൽ 101, 102 അല്ലേ, അവസാനത്തേക്ക് 100-ന് മുകളിൽ അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. സോ ഈ അമെൻമെന്റുകളെ കുറിച്ച്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയ അമെൻമെന്റുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? 42nd അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ്. 44 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 61ാമത്തത്, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് 86 അമെൻമെൻറ്റ്, 86 ഇങ്ങനെ കുറേ അമെൻമെൻറ്റുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാണ്ട്. 101, 102. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് പറഞ്ഞ ഏരിയകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുക. ആർട്ടിക്കിളോ അമെൻമെൻറ്റോ ഒക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് CUT എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ള ആളുകൾ അവസാനത്തെ ഒരു 1 വീക്കൊക്കെ ടെസ്റ്റ് സീരീസ് കൊണ്ട് നമ്മുടെ ഇതുവരെ പഠിച്ച കാര്യത്തെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്യുക. ഉടനെ തന്നെ അഫോർഡബിൾ ആയ റേറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.